സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. ഇന്ന് 3 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അതേസമയം സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ സീസണിനിടെ എൽ നിനോ സാഹചര്യം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നതായാണ് സൂചന. ഇന്ന് 3 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയത്ത് സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയും പറഞ്ഞുവെക്കുന്നുണ്ട്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. വടക്കൻ തീരദേശത്തെ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതും തമിഴ്നാട് തീരത്തെ ചക്രവാത ചുഴി കടന്നുപോകുന്ന ന്യൂനമർദ്ദ പാത്തി ഭൂമധ്യരേഖയ്ക്ക് വടക്ക് 11 ഡിഗ്രി അക്ഷാംശത്തിന് സമീപം രൂപപ്പെട്ടിരിക്കുന്നതുമാണ് മഴ ശക്തമാകാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഇതോടൊപ്പം തെക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിനും സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഈ കാലാവസ്ഥാ സാഹചര്യങ്ങളുടെ സ്വാധീന ഫലമായി കേരളത്തിൽ വ്യാപകമായി തന്നെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. മലയോര മേഖലയിലും മഴയുടെ തീവ്രത കൂടുതലാകാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും മലമ്പ്രദേശത്ത് മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിരന്തരം ശ്രദ്ധിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സീസണിനിടെ എൽ നിനോ സാഹചര്യം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. എൽ നിനോ സദേൺ ഓസിലേഷൻ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ബുള്ളറ്റിനിലാണ് വിലയിരുത്തൽ. നിലവിൽ ഭൂമധ്യരേഖ പസഫിക് സമുദ്രത്തിൽ എൽ നിനോ സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. സമുദ്രോപരിതലത്തിലെ താപനില വർധനവിനോട് അന്തരീക്ഷം പ്രതികരിച്ചു കഴിഞ്ഞാൽ സമുദ്ര അന്തരീക്ഷ വ്യവസ്ഥകൾ ഇപ്പോൾ വ്യക്തമായ എൽ നിനോ സ്വഭാവം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജൂൺ മാസത്തോടെ പസഫിക് സമുദ്രത്തിലെ താപനില എൽ നിനോയുടെ പരിധി മറികടന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ കാലയളവിൽ 3 മാസത്തെ ശരാശരി താപനില വ്യതിയാനം എൽ നിനോ പരിധിയായ 0.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് എത്തി നിൽക്കുന്നത്. ഇതോടെ കാലവർഷ സീസണിൽ മിതമായതോ ശക്തമായതോ ആയ എൽ നിനോ രൂപപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ്. അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ നിലവിൽ ന്യൂട്രൽ അഥവാ സാധാരണ അവസ്ഥയിലാണ്. കാലാവർഷം അവസാനിക്കുന്നതുവരെ ഈ ന്യൂട്രൽ സ്ഥിതി തുടരാനാണ് സാധ്യതയെന്നാണ് മൺസൂൺ മിഷൻ കപ്പൽ ഫോർകാസ്റ്റ് സിസ്റ്റവും പ്രവചിക്കുന്നത്. സാധാരണയായി ശക്തമായ എൽ നിനോ ഇന്ത്യയിലെ മഴയുടെ വിതരണത്തെ സ്വാധീനിക്കാറുണ്ടെങ്കിലും മറ്റു കാലാവസ്ഥാ ഘടകങ്ങളും ഒരുമിച്ചാണ് മൺസൂണിന്റെ അന്തിമ സ്വഭാവം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് വരും മാസങ്ങളിലെ കാലാവസ്ഥാ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് വിദഗ്ധർ അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.